ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മാനേജേഴ്സിന് ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സിന് എളുപ്പത്തിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു ടൂൾ മാത്രമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പഠിച്ചു കാണും. എന്തിനു വേണ്ടിയാണ്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആ ഫേമിനുള്ളിൽ തന്നെ ഇൻറ്റേർണൽ യൂസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്, അത് മറക്കണ്ട. അല്ലാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ ഒരു അക്കൗണ്ടിങ് ബ്രാഞ്ച് അല്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് മെയിൻലി ഫോർ ഇൻറ്റേർണൽ യൂസ്. അങ്ങനെ ഫേമിൻ്റെ ഇൻറ്റേർണൽ ടീം ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടു ഗെറ്റ് എ ബെറ്റർ ഐഡിയ അബൌട്ട് ദ ക്യാഷ് ഫ്ലോസ് ഇൻ ദ ഫേം. അപ്പോൾ അൺലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോയിൽ നമുക്ക് ഫേമിൻ്റെ ആക്ച്വൽ ക്യാഷ് ഫ്ലോസിനെ കുറിച്ച് ഒരു ബെറ്റർ ഐഡിയ കിട്ടുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റാണ് കാണിക്കുന്നത്, പക്ഷേ ആക്ച്വൽ ക്യാഷ് കമ്പോണൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുന്നില്ല. കാരണം നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് വരുന്നത് എല്ലാ ടൈപ്പ് എക്സ്പെൻസസും, അതായത് ഡിപ്രീസിയേഷൻ പോലുള്ളത്, പ്രൊവിഷൻസ്, അങ്ങനെ നോൺ ക്യാഷ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എന്താ, നമ്മൾ അക്രൂവൽ ബേസിസിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അക്രൂവൽ ബേസിസിലാവുമ്പോൾ ക്യാഷ് ആയിട്ട് അത് കിട്ടണമെന്നില്ല, അത് എപ്പോൾ ഡ്യൂ ആവുന്നു അപ്പോൾ അത് റെക്കോർഡ് ചെയ്യണമെന്നാണ് റൂൾ. അപ്പോൾ അതിന് പ്രകാരമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരു ആക്ച്വൽ ആയിട്ടുള്ള ക്യാഷ് കമ്പോണൻസിൻ്റെ ഐഡിയ കിട്ടാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപകരിക്കും. പിന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പർട്ടിക്കുലർ പീരിയഡിന് വേണ്ടിയുള്ള പീരിയഡിലേക്ക് ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതിൽ നിന്നും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് ആക്ച്വൽ ക്യാഷ് ഫ്ലോസ്, അതായത് ഒരു ഫേമിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിട്ട് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒരു നല്ലൊരു ഐഡിയ കിട്ടാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കും. അടുത്ത ഒരു നല്ലൊരു കാര്യം പറയുന്നത്, ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ എനി പീരിയഡ്, മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ഇയർലി ആവാം, ഏത് പീരിയഡിനത്തേക്കും ഫ്രീക്വൻ്റ്ലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ ഇയർ തീരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ പീരിയഡിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മോർ ഫ്രീക്വൻ്റ്ലി പ്രിപ്പയർ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ക്യാഷ് ഇൻഫ്ലോസ്, ഔട്ട്ഫ്ലോസ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. അതായത് പേരിൽ തന്നെ ക്യാഷ് ഫ്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവും അത് തന്നെയാണ്. ക്യാഷ് ഇൻഫ്ലോസ്, എത്രത്തോളം ക്യാഷ് ഫേമിലേക്ക് വരുന്നുണ്ട്, ഫേമിൽ നിന്ന് എത്രത്തോളം പോകുന്നുണ്ട്, ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് ആയിട്ട് അവിടെ എത്രത്തോളം, അതായത് ഹൈലി ലിക്വിഡായിട്ട് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും. അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നു, അങ്ങനെയുള്ള ക്യാഷ് ഐറ്റംസ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വിവലൻസ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ എബിലിറ്റി ഓഫ് ദ എൻ്റർപ്രൈസ് ഇൻ ജനറേറ്റിംഗ് ക്യാഷ് ആൻഡ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദ നീഡി ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വഴി ഒരു എൻ്റർപ്രൈസിന് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ മാനേജേഴ്സിന് മനസ്സിലാകും ഞങ്ങളുടെ ഫേമിൽ ഇത്രത്തോളം ക്യാഷ് ഉണ്ട്. ക്യാഷ് എന്ന് പറയുമ്പോൾ ഹാർഡ് ക്യാഷ് തന്നെ എത്രത്തോളം ഉണ്ട്, അതായത് ഡ്യൂ ആയിട്ട് കിടക്കുന്നതല്ല. മറ്റേ ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അക്രൂവൽ ബേസിസിലായതുകൊണ്ട് കിട്ടാനുള്ളതും നമ്മൾ എഴുതും, കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടാനുള്ളത് അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും P&L. പക്ഷേ ക്യാഷ് ഫ്ലോയിൽ മനസ്സിലാവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്, അത് നമുക്ക് എങ്ങനെയൊക്കെ എത്രത്തോളം കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻസിന് വേണ്ടി നമ്മുടെ ഓപ്പറേഷൻസ് ഫേമിന് എത്രത്തോളം ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ക്യാഷ് കൺസിസ്റ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്, ഔട്ട്ഫ്ലോസ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് എന്നതുകൊണ്ട് ഇൻഫ്ലോസ്, ഔട്ട്ഫ്ലോസ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ് വരുന്നത്.
ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മൂന്നായിട്ട് തിരിച്ചാണ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് എത്രത്തോളം ക്യാഷ് ഫ്ലോ ഉണ്ടെന്നും, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നിന്ന് എത്രത്തോളം ഉണ്ടെന്നും. അപ്പോൾ ഇതാണ് കമ്പോണൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ ആ ഒരു കമ്പോണൻറ്റിലേക്ക് പോകാം. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. ഒരു ഫേമിൻ്റെ റൂട്ടീനായിട്ടുള്ള ബിസിനസ് എന്നും പോകുന്ന അവരുടെ ഡെയിലി ട്രേഡിങ് എന്താണോ ആക്ടിവിറ്റീസ് നടത്തുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, അത് ഇൻഫ്ലോയോ ആവാം ഔട്ട്ഫ്ലോയോ ആകാം, അത് റെക്കോർഡ് ചെയ്യും നമ്മൾ ഈ സെഗ്മെൻറ്റിൽ cash from operating activities. Operating activities are associated with the routine revenue generation of a firm. It includes daily sales, purchases, and other expenses related to a firm and can be prepared using direct or indirect method എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ് അതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ടെങ്കിലും നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് മോസ്റ്റ്ലി യൂസ് ബൈ കമ്പനീസ്. പക്ഷെ അത് എപ്പോഴും മാനേജേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. അവർക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം, ഇൻഡയറക്റ്റ് ഉപയോഗിക്കാം. പക്ഷേ മോർ ആക്യുറേറ്റ്ലി ആൻഡ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വരുന്ന ക്യാഷിൽ നിന്ന് ക്യാഷ് എക്സ്പെൻസസ് ആയിട്ടുള്ള, അതായത് ഔട്ട്ഫ്ലോസ് എല്ലാം കുറയ്ക്കും, അത്രേ ഉള്ളൂ. അതിൽ വലിയ കോംപ്ലിക്കേഷൻസ്, വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ക്യാഷ് ഇൻസ് സമപ്പ് ചെയ്യുക, ക്യാഷ് എക്സ്പെൻസസ് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട്. ഇത് ഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് മെത്തേഡിൽ ഞാൻ പറഞ്ഞു ക്യാഷ് ഇൻഫ്ലോസ്, ഫേമിലേക്ക് വരുന്ന ക്യാഷ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഔട്ട്ഫ്ലോസ് വരുന്നത് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് റിസീവ് ഫ്രം കസ്റ്റമേഴ്സ്, ക്യാഷ് പെയ്ഡ് വരുമ്പോൾ, അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ വരുമ്പോൾ അത് കണ്ടോ, അത് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ കാര്യമില്ല. ആൻഡ് നമുക്ക് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. So about indirect method. It is more commonly used than the direct method. This method considers profit as the base from which items are adjusted to resettle at the actual cash flows. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ പ്രോഫിറ്റ് ബേസ് ആയിട്ട് എടുത്തിട്ട് ആ എമൗണ്ടിൽ നിന്ന് നോൺ ക്യാഷ് ആയിട്ടുള്ള, ആക്ച്വൽ ക്യാഷ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഐറ്റംസ് എല്ലാം മാറ്റി അവസാനം ആക്ച്വലായിട്ട് ക്യാഷ് കമ്പോണൻസ് എന്തൊക്കെയുണ്ടോ ആ എമൗണ്ടിൽ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യും. അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് നോക്കാം. Profit before tax is often taken as the base, but operating profit, that is EBIT, earning before interest and tax, net income, profit after tax are also taken by different firms. അതായത് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോ ഫേമിൻ്റെയും ഡിസ്ക്രിപ്ഷനാണ് ഏത് പ്രോഫിറ്റ് അവർക്ക് എടുക്കണമെന്ന്. ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് പ്രോഫിറ്റ് എടുക്കണമെന്നുള്ളത് ഓരോ മാനേജേഴ്സും അവരുടെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത്. അതായത് അവർക്ക് ഏതാണോ അവരുടെ ഫേമിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരതെടുക്കും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് മോസ്റ്റ് കോമൺലി എടുത്തേക്കുന്നത്. പക്ഷേ ഏതെടുത്താലും നിങ്ങൾ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ നിങ്ങളത് എടുക്കുക, അത് നോട്ടായിട്ട് കൊടുക്കുക. നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്സ്, റിട്ടൺ ഓഫ്, അമോർട്ടൈസേഷൻ എക്സെട്ര, അതുപോലുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഈ നമ്മൾ ബേസ് ആയിട്ട് എടുത്ത പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുക. പിന്നെ expenses to be recorded elsewhere in the statement like interest and incomes, like interest income and dividend income, ഇതുപോലുള്ള എക്സ്പെൻസസ് മാറ്റുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ ക്യാഷ് ആയിട്ടുള്ള, ഇപ്പം ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്സ് റിട്ടൺ ഓഫ്, ഇതൊന്നും ആക്ച്വൽ ക്യാഷ് അല്ലല്ലോ. സോ അതുപോലുള്ള ഐറ്റംസ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുക. പിന്നെ വേറെ ഇടത്ത്, അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അപ്പോൾ അവർ വേറെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതെല്ലാം ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് പോകുന്നത്, അല്ലാതെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരില്ല. ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം അതെല്ലാം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിനി പതുക്കെ പഠിക്കാം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ഇത് ഓർത്താൽ മതി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വേറെ സെഗ്മെൻറ്റിൽ, അതായത് നമ്മൾ 3 സെഗ്മെൻറ്റ്സ് അല്ലേ പറഞ്ഞത് ക്യാഷ് ഫ്ലോയിലുണ്ടെന്ന്, ഓപ്പറേറ്റിംഗ്, ഫിനാൻസിങ് ആൻഡ്
ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ഈ വേറെ സെഗ്മെൻറ്റ്സിൽ വരുന്നത് ഓപ്പറേറ്റിങ്ങിൽ എടുക്കില്ല എന്ന്. അപ്പം അത് അവസാനം ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പോൾ നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്സ് റിട്ടൺ ഓഫ്, അമോർട്ടൈസേഷൻ അതുപോലുള്ളത് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കും. പിന്നെ വേറെ സെഗ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ട എക്സ്പെൻസസും ഓപ്പറേറ്റിങ്ങിൽ എടുക്കില്ല. നോൺ ക്യാഷ് ഇൻകം ആയിട്ടുള്ളത്, അതായത് അസറ്റ്സ് റീവാല്യൂ ചെയ്തപ്പോൾ പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നിയിട്ടുള്ള പ്രോഫിറ്റ്സ്, അതും നമ്മൾ നോൺ ക്യാഷ് ആയതുകൊണ്ട് ഇവിടെ എടുക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരു ആക്ച്വലായിട്ട് നമ്മുടെ ഇവിടെ എത്ര ക്യാഷ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വഴി എത്രത്തോളം ക്യാഷ് ഫേമിലുണ്ട് എന്ന് നല്ലൊരു ഐഡിയ കിട്ടും. അടുത്ത സെഗ്മെൻ്റായ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ മെയിൻലി വരുന്നത് ലോങ് ടേം അസറ്റ്സ് ആണ്. ലോങ് ടേം അസറ്റ്സിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ സെയിലും പർച്ചേസും വരുന്ന അതിലുണ്ടാകുന്ന ക്യാഷ് ഇൻസ് ആൻഡ് ഔട്ട്സ്, ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓർക്കുക, ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഈ സെഗ്മെൻറ്റിൽ വരത്തുള്ളൂ. ലൈക്ക് പ്രോപ്പർട്ടി, പ്ലാന്റ് അതുപോലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇൻക്ലൂഡ്സ് ക്യാഷ് ഇൻസ് ആൻഡ് ഔട്ട്സ് റിഗാർഡിംഗ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ലോങ് ടേം നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. Cash outflows include purchase of fixed assets, advances to third parties investing in shares and warrants. അതായത് ഓർക്കുക, ലോങ് ടേം ആയിട്ടുള്ള അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ആവാം പർച്ചേസ് ആവാം, ബട്ട് ഓർക്കുക കീവേഡ് ഇസ് ലോങ് ടേം അല്ലെ ഫിക്സഡ് അസറ്റ്സ്. Cash inflows include sale of fixed assets, repayment of advances by third parties, receipt from selling of such shares and warrants of other enterprises. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഔട്ട്ഫ്ലോ, ഫേമിൽ നിന്നുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ എങ്ങനെയാവാം? ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്, അഡ്വാൻസസ് ടു തേർഡ് പാർട്ടീസ്, തേർഡ് പാർട്ടീസിന് ലോൺ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്, ഷെയർസ് ആൻഡ് വാറൻസ് മേടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്. അതാണ് ക്യാഷ് ഔട്ട്ഫ്ലോസ് പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വൈസ്. ഇനി ക്യാഷ് ഇൻഫ്ലോസ് വരുന്നത് ഫിക്സഡ് അസറ്റ്സ് നമ്മൾ വിറ്റു, അപ്പോൾ കാശ് ഇങ്ങോട്ട് വരികയാണ്. റീപേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസസ്, നമ്മൾ കൊടുത്ത അഡ്വാൻസ് എല്ലാം റീപേ ചെയ്യുമ്പോൾ, അവർ റീപേ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുകയാണ്. റെസിപ്റ്റ് ഫ്രം സെല്ലിംഗ് ഓഫ് സച്ച് ഷെയർസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസ് ആൻഡ് വാറൻസ് അതിൽ നിന്നുള്ള അത് നമ്മൾ പിന്നെയും വിൽക്കുക, അങ്ങനെ ചെയ്ത് നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതത്രേ ഉള്ളൂ. അടുത്ത ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കീ സെൻറ്റൻസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ് ചേഞ്ചസ് ടു ദ സൈസ് ആൻഡ് കമ്പോസിഷൻ ഓഫ് എ ഫേംസ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ് അണ്ടർ ദിസ് കാറ്റഗറി. ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, അതായത് ഏതൊരു ഫേമും അവരുടെ ലോങ് ടേം ആയിട്ടുള്ള ലയബിലിറ്റീസ് അല്ലെ അവരുടെ ഇക്വിറ്റി അല്ലെങ്കിൽ അവരുടെ ബോറോയിങ്സ്, അവരുടെ ലോങ് ടേം ആയിട്ടുള്ള ആ ഒരു ക്യാപിറ്റൽ, അതിൻ്റെ സൈസ് ആൻഡ് കമ്പോസിഷനിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ആക്ടിവിറ്റീസ്, അതിൻ്റെ കാര്യങ്ങളാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. അപ്പോൾ ഒരു എൻ്റർപ്രൈസിൻ്റെ ലോങ് ടേം ക്യാപിറ്റലായിട്ടുള്ള, അതായത് അവരുടെ ഇക്വിറ്റിയോ അല്ലെ അവരുടെ ഇക്വിറ്റി ഡിബെഞ്ചർ റേഷ്യോയിലോ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ആക്ടിവിറ്റീസ്, അതിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ഈ സെഗ്മെൻറ്റിൽ വരുന്നത്. ഇൻഫ്ലോസ് എന്ന് വരുമ്പോൾ, അതായത് ക്യാഷ് ഇൻഫ്ലോ ഈ സെഗ്മെൻറ്റിൽ വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് വരുവാണ്, അല്ലെ നമ്മൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴും ക്യാഷ് ഇങ്ങോട്ട് വരുവാണ്. ലോങ് ടേം അല്ലെ ഷോർട്ട് ടേം ബോറോയിങ്സ് നമ്മൾ എടുക്കുകയാണ്, അതും നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരും. പക്ഷേ നമ്മളിപ്പോൾ ബാങ്ക് ഓടി എടുക്കുകയാണ്, ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് എവിടെ വരും? അത് ഓപ്പറേറ്റിങ്ങിൽ വരും. കാരണം ബാങ്ക് ഓടി എന്ന് പറയുന്നത് ഫേംസ് എന്താ പറയുക, അവർ എപ്പോഴും ബാങ്കിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവെയിൽ ചെയ്യുന്നതായതുകൊണ്ട് അത് ഓപ്പറേറ്റിങ്ങിൽ വരും. പക്ഷേ ഇത് അല്ലാതെ ഇച്ചിരി കൂടെ ലോങ് ടേം ആയിട്ടുള്ള ബോറോയിങ്സ്, ലോങ് ടേം അല്ലേ ഷോർട്ട് ടേം ബോറോയിങ്സ് ആവും. പക്ഷേ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് പോലുള്ള അത്രയും വെരി ഷോർട്ട് പീരീഡ് അല്ല, അല്ലാതെയുള്ള. Now, outflows include cash paid on dividends to these shareholders, interest to debenture holders, interest to long-term advances and repayment of loans. അത് അത്രേ ഉള്ളൂ ഔട്ട്ഫ്ലോസ് എന്ന് പറയുമ്പോൾ. ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതും ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും അതില്ല.
അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഓഫ് എൻ എൻ്റർപ്രൈസ്, ഒരു ഫേമിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അതിൻ്റെ ക്യാഷ് ഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ആണ് ഇവിടെ ഡീൽ ചെയ്യപ്പെടുന്നത്. ഈ സ്ലൈഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആദ്യം എടുത്തേക്കുന്നത് നെറ്റ് ഇൻകം ആണ്. അപ്പോൾ നെറ്റ് ഇൻകം ആവാം, EBIT ആവാം, അല്ലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആവാം. അത് ഓരോ മാനേജേഴ്സിൻ്റെയും ഡിസ്ക്രിപ്ഷനാണ്. അവർക്ക് ക്യാഷ് ഫ്ലോ ഏത് രീതിയിൽ വേണം അതിനനുസരിച്ച് അവർ ബേസ് ആയിട്ട് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. അതെടുത്തിട്ട് ആദ്യം ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഏത് സെഗ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഓർക്കുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ആ ഫേമിൻ്റെ ഡെയിലി ഓപ്പറേഷൻസിൽ നിന്ന് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗാർമെൻറ്റ് ഷോപ്പാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്, ഈ ഒരു എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഗാർമെൻറ്റ് ഷോപ്പിൽ എന്ത് വരും? ആ തുണികളൊക്കെ മാനുഫാക്ചറിങ് ദൂരെ ഒരിടത്താണെങ്കിൽ അത് കൊണ്ടുവരുന്നതിൻ്റെ ചിലവ്, അല്ലെങ്കിൽ അവർ അവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് എങ്കിൽ ആ ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ ആ മാനുഫാക്ചറിങ്ങിൻ്റെ ചിലവുകൾ, അതിൻ്റെ സെയിൽസ്, അതിൻ്റെ സ്റ്റിച്ചിങ്, പിന്നെ സെയിൽസ് പേഴ്സൺസിൻ്റെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് ചിന്തിച്ച് ചെയ്യുക. പിന്നെ വരുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം, ഓപ്പറേറ്റിങ്ങിൻ്റെത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എപ്പോഴും ചെയ്യുമ്പോൾ ആലോചിക്കുക, കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസുമാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കവർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻവെസ്റ്റിങ്ങിലോട്ട് വരാം. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്, അതിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസ് ആണ് ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഓർക്കുക, ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്സ്, അതിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസ് വരുന്ന കാര്യങ്ങളും. അടുത്ത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് എന്തൊക്കെയാണ്? ഈ ലോങ് ടേം ലയബിലിറ്റീസും ഇക്വിറ്റിയും. ലോങ് ടേം ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഡീൽ ചെയ്യപ്പെടുന്ന സെഗ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇതിൽ ഓർക്കുക, ഇൻഫ്ലോസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും, ഔട്ട് ഫ്ലോ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന പേയ്മെൻറ്റ്സ്, ക്യാഷ് പേയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യും. അതാണ് വിത്തിൻ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്, ആ റൂട്ടീൻ ബിസിനസ്സിൽ വരുന്ന ആ കറണ്ട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലെ ഇൻകവും പേയ്മെൻറ്റ്സ് ആകുമ്പോൾ കുറയ്ക്കും, വരുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കൂട്ടും. പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ലോങ് ടേം അസറ്റ്സ് എടുക്കും, അവരുടെ സെയിൽ ആകുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് വരും, അത് നമ്മൾ പർച്ചേസ് ആകുമ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് കുറയ്ക്കുക. പിന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ലോങ് ടേം ആയിട്ടുള്ള ലയബിലിറ്റീസും, അതായത് ഇക്വിറ്റിയും ഡിബെഞ്ചേഴ്സ് ഒക്കെ വരുന്ന പോലുള്ള കാര്യങ്ങളും, ഷെയർസ്, അതിലുള്ള കാര്യങ്ങളാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ലോങ് ടേം ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി, അതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഒരു ആക്ച്വൽ ഒരു എക്സാമ്പിൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. നിങ്ങളും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.